നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ 2 രൂപയ്ക്ക് ചെറുകടി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിലുണ്ട് കേട്ടോ. വെള്ളി ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വലതേ സൈഡിലാണ് ഈ ചെറിയ കട കേട്ടോ. ഒരൊറ്റമുറി കടയാണ്. ആ കടയുടെ സൈഡിൽ ചെറിയൊരു കിച്ചണിലാണ് ഈ ചേച്ചി ഈ പരിപ്പുവട ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ് കേട്ടോ ഒരു പരിപ്പുവടയ്ക്ക്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരെല്ലാം ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമുക്കുട്ടനെയും കൊണ്ട് പാർക്കിലേക്ക് പോവുകയാണേ. പാർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും അവന് വേണ്ട കേട്ടോ. അവനങ്ങനെ പാർക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ കളിച്ച് മതിയായി കഴിയുമ്പോൾ എക്സോസ് ആയി കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകൽ നടക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ അവൻ പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് തിരിഞ്ഞ് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ അവൻ കയറി അവൻ്റേതായ ലോകത്തിലേക്ക് അവൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്, താമക്കുട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് കളിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഈ സൈഡിൽ കൂടെ സ്ലൈഡിൽ കയറാനായിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവൻ കളിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാറിപ്പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും താമക്കുട്ടൻ പറഞ്ഞു, പോവില്ല, ഇവിടെ നിൽക്കുക, ഞാൻ കറങ്ങുന്ന വീഡിയോ എടുക്ക്, അതുവഴി അവിടെ പോകുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എന്നോട് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതുവഴി ഇറങ്ങി വരാമേ, അമ്മ ഫ്രണ്ടിൽ വന്ന് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ പറയുന്നത് കേൾക്കാനും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പുള്ളിക്കാരന് സ്വിങ്ങിൽ വീണ്ടും കയറണം. അങ്ങനെ വീണ്ടും കയറാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറി. അപ്പോഴത്തേക്കും കുറേ പിള്ളേർ വന്നു, ഇത് കളിക്കുന്ന കണ്ടിട്ട് കുറേ പിള്ളേർ വന്നു. പിന്നെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കളിയായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആഷിക്കുഞ്ഞിന് ഞങ്ങൾ ഡക്ക് അവത്തിലിരുത്തി ഒന്ന് ആട്ടാന്ന് വിചാരിച്ച്. അത് കണ്ടപ്പോഴത്തേക്ക് അവന് അത്ര സുഖമായിട്ട് തോന്നില്ല, അവന് പേടി ആഷിക്ക്. പിന്നെ താമുനെ ആഷിനെ ഇരുത്തി കുറച്ച് ഒരു 2-3 ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഈ മറ്റേ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ നടന്നുപോയി. ആഷിക്കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കോമഡി എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം കോമഡിയാണ്. എല്ലാത്തിനും കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കയറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ എനിക്കറിയാൻ പാടില്ല, എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി തിരിച്ചിറങ്ങാൻ എനിക്കറിയാൻ പാടില്ല, എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തുമില്ല. അങ്ങനെ കുറേ നേരം നിന്ന് തത്രപ്പാട് വെട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ തൂങ്ങിക്കിടന്ന് വലിഞ്ഞ് തൂങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഷിക്കുഞ്ഞിനെ ഇരിക്കുന്ന സ്ലൈഡിൽ കൊണ്ടേ ഇരുത്തി കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ അതുമായിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല, അവനൊരു പേടി, നിരങ്ങി വരാനായിട്ടൊരു പേടി. പിന്നെ ചേട്ടന് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തൊട്ടിലിൽ കൊണ്ടേ ഇരുത്തി, ഇങ്ങനെ ആട്ടുന്ന തൊട്ടിലിൽ. പക്ഷേ അത് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അവനത് വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കരച്ചിലോ ബഹളമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അവനത് എൻജോയ് ചെയ്തു. കുറേ നേരം അങ്ങനെ ഇരുന്ന് ആടി കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളൂ. ഇതാണ് നമ്മുടെ പാർക്ക് കേട്ടോ. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ആ ചേച്ചി എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചാണെങ്കിലും എല്ലാം നീറ്റാക്കിയാണ് ആ ചേച്ചി എപ്പോഴും ഇടുന്നത് കേട്ടോ. അത് കാരണം ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും ആ ഏരിയയിൽ വരാനായിട്ട് തോന്നുള്ളൂ. പിന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, അവിടെ ബാത്റൂം നല്ല നീറ്റായിട്ടാണ് ചേച്ചി നോക്കുന്നത്. ഇനി നമുക്ക് പരിപ്പുവട കഴിച്ച് നോക്കാം. ഞാൻ സ്ഥിരം മേടിച്ച് കഴിക്കാറുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടാണ് ആ ചേച്ചി ഉണ്ടാക്കി തരുന്നത്. അപ്പം നമുക്കില്ലേ, ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡിക്റ്റായി പോകും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്